എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ രാവിലെ കേശുവിന് കൊണ്ടുപോകാനുള്ള ദോശ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദോശ എന്ന് പറയുമ്പോൾ കുഞ്ഞൻ ദോശയാണ് കേശുവിന് ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി ആണെങ്കിലും അങ്ങനെ തന്നെ ഞാൻ കുഞ്ഞൻ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ആൾ പല്ല് തേക്കാനായിട്ട് നിൽക്കുകയാണ്. പല്ല് തേക്കാൻ നിൽക്കുമ്പോൾ ബാക്കിൽ നിന്ന് കിടന്ന് വിളിയോട് വിളിക്കണം, കേശു പല്ല് തേ എന്ന്. ഞാനിപ്പോൾ അങ്ങനെ പല്ല് തേപ്പിച്ച് കൊടുക്കാറില്ല, മോനെ കൊണ്ട് തന്നെ തനിയെ ചെയ്യിക്കും. എന്നിട്ട് ലാസ്റ്റ് അവൻ തന്നെ പല്ലൊക്കെ തേച്ച് വായൊക്കെ കഴുകി വരും. നമ്മൾ പിന്നെ മേല് കഴുകാനായിട്ടൊക്കെ ഒന്നുകിൽ കുളിപ്പിക്കും അല്ലെങ്കിൽ മേലെ കഴുകുമല്ലോ. ആ സമയത്താണ് ഞാൻ ഒന്നും കൂടെ തേച്ച് കൊടുക്കുന്നത്. നമ്മളിതൊക്കെ അവരെ ഇപ്പോഴേ തനിയെ ചെയ്യാനായിട്ടൊക്കെ ശീലിപ്പിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും അവർക്ക് ഇങ്ങനെ നമ്മുടെ ഹെൽപ്പ് വേണം. അങ്ങനെ കേശുത ഉണ്ടല്ല സ്കൂട്ടറിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഈ അഭ്യാസങ്ങളെല്ലാം കാണിക്കണത്. എന്നിട്ട് വഴിയെ പോണവരുടെ അടുത്ത് എല്ലാം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ കേശുവിനെ കുളിപ്പിച്ചൊരുക്കി സ്കൂളിലേക്ക് ആക്കി. അതൊന്നും എടുക്കാൻ പറ്റിയില്ല, ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ സ്കൂളിലേക്ക് ആക്കിയിട്ട് ഞങ്ങൾ നേരെ ഇതാ ചന്തയിലോട്ട് വന്നിട്ടുണ്ട്. ഒന്നും വേണ്ടേ, മുള്ളാളല്ലേ രണ്ടെണ്ണന്നല്ലേ പറഞ്ഞു. നല്ല വേണ്ട വേണ്ട ചാള ഇരിക്കും. ഇന്ന് ഒരുപാട് മീനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴും പറയും പോലെ നമ്മൾ ഈ കുളത്തൂർ ചന്തയിൽ പോയാൽ നേരെ ഈ ചേച്ചിയുടെ അടുത്തോട്ടാണ് പോണത്. വേറെ എങ്ങോട്ടും നോക്കാറില്ല. വേറെ ആൾക്കാരുടെ കയ്യിൽ ഇനി എന്ത് മീനിരുന്നാലും സത്യം പറഞ്ഞാൽ അങ്ങോട്ട് നോക്കാറേ ഇല്ല. ഡയറക്റ്റായി അവരുടെ അടുത്ത് പോവും, അവരുടെ കയ്യിൽ നിന്ന് മീൻ വാങ്ങും. എന്തോ നമുക്ക് ചില ആൾക്കാരുടെ അടുത്ത് ഒരു ഇഷ്ടം തോന്നുമല്ലേ, അവരിൽ നിന്ന് വാങ്ങുമ്പോൾ എനിക്കൊരു നിറവ് പോലെയും തോന്നും. അങ്ങനെ മീനൊക്കെ വാങ്ങി ഇനി അവിടെ നിന്ന് എന്തെങ്കിലും പച്ചക്കറികളൊക്കെ വാങ്ങണം എന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ കയറിയപ്പോഴേ പറഞ്ഞു, വേറെ ഒന്നും വാങ്ങരുത്, ഞാൻ പൈസ എടുത്തില്ല, ഗൂഗിൾ പേ ഉള്ളൂ. ഗൂഗിൾ പേ എല്ലാവരുടെ എടുത്തും നടക്കൂലല്ലോ. അങ്ങനെ മീനൊക്കെ വാങ്ങി ഇതാ നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇനി മീൻ നമുക്ക് ഇരിപ്പുണ്ട്. ഇന്നലെ വെച്ച മീൻകറി ബാലൻസ് ഉണ്ടായിരുന്നു. അയലയും അതുപോലെ തന്നെ ചാളയും ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാം ചൂടാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ മീൻകറി ഇന്നിനി വെച്ചാൽ ഞണ്ട് വാങ്ങിച്ചതൊക്കെ ശരി തന്നെ, പക്ഷേ ഇപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ടൊന്നും വേണ്ട. രാവിലെ ചോറ് വെച്ചായിരുന്നു, അപ്പോൾ ചോറും ആയിട്ടുണ്ട്, മീൻകറികളെല്ലാം ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറിയും കൂടെ വെക്കണം. അപ്പോൾ ഞാൻ അതിന് മുന്നേ വാഷ് ബേസിൻ ഒന്നങ്ങ് കഴുകിയിടാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ പല്ലൊക്കെ തേക്ക് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് കഴുകുകയുള്ളൂ. ചില ദിവസങ്ങളിൽ ഞാൻ പറയില്ലേ, ഡീപ്പ് ക്ലീനിങ് ചെയ്യണതൊരു ദിവസം ഉണ്ടായിരിക്കും. അന്ന് നമ്മുടെ വിനാഗിരിയും അതുപോലെ തന്നെ സോഡാപ്പൊടിയും പിന്നെ കുറച്ച് സോപ്പ് ഏതെങ്കിലും ഒരു സോപ്പും കൂടെയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും. പിന്നെ നമുക്ക് ഈ ബ്ലോക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിനാഗിരിയും സോഡാപ്പൊടിയും കൂടെ ഇട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ ആ ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ എല്ലാം അങ്ങ് മാറിക്കോളും കേട്ടോ. അങ്ങനെ ആ വാഷ് ബേസിൻ നല്ലതുപോലെ ഒന്ന് കഴുകിയിടാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഈ പറയും പോലെ പെട്ടെന്നൊരു ഗസ്റ്റ് വരണമെന്ന് പറയുമ്പോഴേ അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോഴേക്ക് ചിലപ്പോൾ ചില ആൾക്കാർ അറിയില്ല, ഇങ്ങനെ എത്താറാകുമ്പോഴായിരിക്കും ഞങ്ങൾ അങ്ങോട്ട് വരണേന്നൊക്കെ വിളിച്ച് പറയണത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ഈ പറയും പോലെ വീട് മൊത്തം അലങ്കോലമായിട്ട് കിടക്കിയിരിക്കും. പിള്ളേരുള്ള വീടാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യാനുള്ളത് ഡൈനിങ് ടേബിൾ ഒന്ന് പെട്ടെന്ന് അങ്ങ് വൃത്തിയാക്കിയിടണം, വാഷ് ബേസിൻ ഒന്ന് പെട്ടെന്ന് വൃത്തിയാക്കിയിടണം. പിന്നെ ആ ഇരിക്കുന്ന സെറ്റ് ചെയ്ത് എവിടെയും കൂടെ ഒന്ന് ക്ലീൻ ആക്കിയാൽ ഏകദേശം അങ്ങ് കഴിയും. കുറച്ച് ഒരു അടുക്കും ചിട്ടയോടെ കിടക്കും. പിന്നെ പിള്ളേരുള്ള വീട്ടിൽ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ എത്ര ഒതുക്കി പറക്കി വെച്ചിട്ട് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴേക്ക് അവരവിടെ എല്ലാം വലിച്ചു കാര്യം കിട്ടുള്ളൂ. അങ്ങനെ വാഷ് ബേസിനൊക്കെ കഴുകിയിട്ട് പിച്ചാത്തിയൊക്കെ മൂർച്ച കൂട്ടിക്കൊണ്ട് ഞാൻ ഞണ്ട് കട്ട് ചെയ്യാനായിട്ട് വന്നതാണ്. ഞണ്ട് കട്ട് ചെയ്യാനായിട്ട് വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അമ്മ വീട്ടിലുണ്ട്, പക്ഷെ അമ്മ വീഡിയോയിലൊന്നും വരാത്തതാണ്. ഇപ്പോൾ അമ്മയുടെ സഹോദരൻ മരിച്ച് 16 കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ അമ്മേൻ്റെ ആദ്യമേ പറഞ്ഞു, നീ എന്നെ വീഡിയോ ഒന്നും എടുക്കല്ലേ എന്ന്. അപ്പോൾ നമ്മളത് അമ്മ പറയുമ്പം ഓരോരുത്തരും അവർക്കൊരു സ്പേസ് ഉണ്ടല്ലോ, അമ്മയുടേതായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞതാണ് ഞാൻ ഞണ്ട് കട്ട് ചെയ്ത് തരാമെന്ന്. പക്ഷേ അമ്മയ്ക്ക് അറിയാം എനിക്ക് അത്രയ്ക്ക് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് വീഡിയോ ഒക്കെ എടുക്കണോ അമ്മ, ഞാൻ തന്നെ ചെയ്തോളാന്ന്. ആദ്യം ഞണ്ടും കൊണ്ടിരുന്നിട്ട് എനിക്ക് ഒരു പിടുത്തവും ഇല്ലായിരുന്നു, ഇത് എങ്ങനെ കട്ട് ചെയ്യും, എങ്ങനെ എടുക്കും. ആദ്യം കുറേയൊക്കെ ഫ്ലോപ്പായി. പിന്നെ ഞാൻ
ഒരു ഒരു രീതിയിൽ ഇങ്ങനെ ഞണ്ട് പിടിച്ച് നോക്കിയപ്പോഴേക്കും പെട്ടെന്ന് അതിൻ്റെ തോടൊക്കെ ഇങ്ങനെ ഇളകി വരുന്നത്. പക്ഷേ എനിക്കത് ക്ലീൻ ചെയ്യണം, അമ്മ ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യണതെന്നുള്ളത്. എന്നാലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അത്ര വലിയ ആദ്യം നമുക്കൊരു പിടുത്തം കിട്ടാത്ത പോലെ ഇരിക്കുമല്ലോ. അങ്ങനെ പിന്നെ ചില ഞണ്ടാണെങ്കിലേ അതിൽ 2 ടൈപ്പ് ഞണ്ടുണ്ടായിരുന്നു. ഒരെണ്ണം നമ്മൾ സാധാരണ കടലിലെ ഞണ്ടാണെന്ന് തോന്നുന്നു, ഒന്നിന് കായൽ ഞണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. 2 ടൈപ്പ് ഞണ്ടുണ്ടായിരുന്നു എന്തായാലും. അപ്പോൾ നമ്മളീ വാങ്ങിച്ച് ചേച്ചിയുടെ ഒരു അമ്മച്ചി ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ കയ്യിലാണെങ്കിലും ഈ വേറൊരു ടൈപ്പ് ഞണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ വലിയ ഞണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അതൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ കാലൊക്കെ തന്നെ നല്ല കട്ടിയായിരുന്നു. അത് അമ്മ പറയുന്നുണ്ട് നല്ല കട്ടിക്കാലൊക്കെ ആണെങ്കിൽ അത് ഇങ്ങനെ തല്ലിയിടണമെന്ന്. പക്ഷേ ഇത് അത്ര വലിയ സംഭവം അല്ല ഞാൻ വാങ്ങിച്ച ഞണ്ട്. അങ്ങനെ കുറേ നേരം ഞാൻ അതുമായിട്ടൊക്കെ ഒരു മൽപ്പിടുത്തം. കുറേ നേരം എന്ന് പറഞ്ഞാൽ ഒരു ഞണ്ടിനെ തന്നെ ഞാൻ പരീക്ഷിച്ചത്, എല്ലാ ഞണ്ടിനെ എടുത്ത് പരീക്ഷിക്കാൻ പറ്റൂലല്ലോ. ഇതാണ്ടല്ലേ ഞാൻ പറഞ്ഞ ഞണ്ട്, ഞാൻ വേറൊരു ഞണ്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, അത് ഈ ടൈപ്പ് ഞണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ ഒരു പേടി പോലെ തോന്നുന്നുണ്ട് ആ ഞണ്ട്. അങ്ങനെ ഈ 2 ടൈപ്പ് ഞണ്ടാണ് ഞാൻ വാങ്ങിയത്. 2 ടൈപ്പ് ഞണ്ട് വാങ്ങിയതല്ല, 200 രൂപയ്ക്ക് ഞണ്ട് വാങ്ങിയപ്പോൾ അതിൽ ഈ 2 ടൈപ്പ് ഞണ്ടുണ്ടായിരുന്നത്. ഈ ഞണ്ടാണ് അവരെ എടുത്ത് ഇങ്ങനെ മേളിൽ വെച്ചിരിക്കുന്നത്. അത് കാണുമ്പോഴേക്കും നമ്മൾ അയ്യോ വലിയ വണ്ടെന്ന്, വലിയ വണ്ടല്ലല്ലോ, വലിയ ഞണ്ടെന്ന് പറഞ്ഞ് അങ്ങ് വാങ്ങുമല്ലോ. ഇത് നമ്മുടെ സാധാ ഞണ്ട്. അങ്ങനെ ഒരു വിധം എങ്ങനെയെങ്കിലുമൊക്കെ അതിനെ ക്ലീൻ ആക്കി. അപ്പം ഞാനത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണതെന്ന് കാണിച്ചു തരാമേ. ഇതാണ് ആ ഞണ്ട്, കണ്ടില്ലേ? ഇതുപോലത്തെ 2-3 ഞണ്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം നമ്മുടെ സാധാരണ ഞണ്ട് തന്നെയായിരുന്നു. അപ്പം ഞണ്ടൊക്കെ കട്ട് ചെയ്യണതിനൊരു ട്രിക്കുണ്ട്. നമ്മൾ ആ രീതിക്ക് കട്ട് ചെയ്താൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞണ്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് ആദ്യം അതിൻ്റെ 2 കാലും അങ്ങ്, ആ 2 വലിയ കാലുണ്ടല്ലോ ഫ്രണ്ടിലെത്താൻ, ആ 2 കാലും അങ്ങ് ഇളക്കി മാറ്റണം. പിന്നെ ഞാൻ ആദ്യമേ പറയാണ്, ഈ ഞണ്ട് കട്ട് ചെയ്യണ എക്സ്പേർട്ടുമാരോട് അല്ല ഞാൻ പറയണത്. എന്നെപ്പോലെ തുടക്കക്കാരുണ്ടായിരിക്കുമല്ലോ ഞണ്ടൊക്കെ കട്ട് ചെയ്യാനായിട്ട് അറിഞ്ഞുകൂടാത്ത കുഞ്ഞു പിള്ളേർ. അപ്പോൾ അവരോടാണ് ഞാനീ പറയണത്, ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്ത പിള്ളേരെടുത്ത്. അപ്പം നമ്മൾ ആ കാല് മാറ്റിയതിന് ശേഷം പിന്നെ 2-3 കാലം അവിടെ ഉണ്ടായിരിക്കുമല്ലോ, അതിൽ പിടിച്ചൊന്നിങ്ങനെ വലിച്ചെടുത്താൽ മതി. ആ തോടോടുകൂടെ ഇങ്ങനെ ഇളകി വരും. അത് കഴിഞ്ഞിട്ട് ഇതാ കണ്ടില്ല, അവിടെ ഒരു കെട്ടുപോലെ ഉണ്ട്, നമുക്കത് കാണുമ്പോൾ അറിയാൻ പറ്റും. അതിനെ ഒന്ന് കട്ട് ചെയ്ത് അത് മാറ്റണം. കട്ട് ചെയ്യണതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ആ സംഭവം ഇങ്ങനെ ഇളക്കി എടുക്കുമ്പം ഇതാ കണ്ടില്ലേ, അതിൻ്റെ അകത്തുള്ള ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേൽഭാഗത്തും ഉണ്ട് അതുപോലെ ഒരു സംഭവം, അത് നമുക്ക് അറിയാൻ പറ്റും, ഒരു അടപ്പ് പോലെ ഇരിക്കും. അതും കൂടെ അങ്ങ് ഇളക്കി മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ഓറഞ്ചിൻ്റെ അല്ലി ഇരിക്കുമല്ലോ, ഓറഞ്ചിൻ്റെ അല്ലിയൊക്കെ നമ്മൾ തൊലിച്ചെടുക്കുമ്പോൾ അതുപോലെ 2 സംഭവങ്ങൾ കാണാം അതിനകത്ത്. അതെല്ലാം ഒന്ന് എടുത്ത് മാറ്റി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോഴേക്ക് നമുക്കത് നല്ല രീതിയിലൊന്ന് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ കുറേ ഞണ്ടെല്ലാം വെളിയിൽ വെച്ചാണ് കട്ട് ചെയ്തിട്ട് വന്നത്. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിനെ കട്ട് ചെയ്യണമെന്നെല്ലാം വൃത്തിയാക്കണമെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം കൂടെ അകത്തോട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് ആ ഞണ്ട് ആ ഞണ്ടിൻ്റെ തോടെല്ലാം ഉണ്ടല്ലോ, അതിനെല്ലാം ഞാൻ കവറിലേക്ക് ഇട്ടി മാറ്റുകയാണ്. അയ്യോ, പിന്നെ വേറൊരു കാര്യമുള്ളത്, ഞണ്ടൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മൊത്തം ഭയങ്കര സ്മെല്ലായിരിക്കും. അത് നന്നായിട്ട് അവിടെ കഴുകിയിട്ടില്ലെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞാൻ അങ്ങനെ ഞണ്ടെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിന് ശേഷമാണ് വീണ്ടും അതിനെ എടുത്ത് ക്ലീൻ ആക്കാനായിട്ട് എടുത്തത്. ക്ലീൻ ആക്കാനായിട്ട് എടുക്കുമ്പോഴേക്കും അതിനകത്ത് അതിൻ്റെ വേസ്റ്റൊക്കെ ഒരുപാടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് എടുത്ത് കളഞ്ഞ് അതിനെ വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞ് അതിനെ വൃത്തിയാക്കണം. അതുപോലെ തന്നെ ഞണ്ടിൻ്റെ കാലുണ്ടല്ലോ, അപ്പോൾ ആ ഫ്രണ്ടിലത്തെ കാലിൻ്റെ ആ 2 ഒരു എന്ത് പറയാനായിട്ട്, അതിങ്ങനെ നമ്മൾ ഞണ്ട് ഇറുക്കുമെന്ന് പറയില്ല, അതിങ്ങനെ പിടിക്കാനായിട്ട് കത്രിക പോലെ ഒരു സംഭവമുണ്ട്, അതിനെ അങ്ങ് വെട്ടിക്കളയും. അത് കഴിഞ്ഞിട്ട് ആ കാലിൽ ചെറിയ മുള്ള് പോലെ ചെറിയ ഇങ്ങനെ സംഭവങ്ങളുണ്ട്, അതെല്ലാം ഒന്നിങ്ങനെ കട്ട് ചെയ്ത് ചെറുതായിട്ട് ആ മുള്ളിങ്ങനെ ഒടിച്ച് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമ്പോഴേക്കും നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. പിന്നെയാണ് ഞാൻ പറഞ്ഞ സംഭവം ഇതാണ്, കണ്ടില്ലേ, അതിനങ്ങ് കട്ട് ചെയ്യണം. അത് വെച്ചിട്ടാണ് അതിന് ഇറുക്കണത്, ആ സംഭവം അങ്ങ് കട്ട് ചെയ്യണം. അപ്പോൾ നല്ല കട്ടിയുള്ള കാലാണെന്നുണ്ടെങ്കിൽ അത് നമുക്കിങ്ങനെ കത്രിക കൊണ്ടൊന്നും കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അത് അവിടെ തറയിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ച് ഇളക്കി കളയാനായിട്ടേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഒരു വിധം ഞണ്ടിനെല്ലാം വൃത്തിയാക്കി നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയാക്കി എടുത്താലേ നമുക്ക് ആ ഒരു ഭംഗി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി നന്നായിട്ട് അത് കഴുകിയെടുക്കണം. അതിൻ്റെ വേസ്റ്റും ബാക്കി സംഭവങ്ങളൊക്കെ കളഞ്ഞ് ഞണ്ടിനെ നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ വലിയ കാലിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു. പിന്നെ കുഞ്ഞു കാലുകളുണ്ട്, അതിൻ്റെ ആ തുടക്ക ഭാഗം ഉണ്ടല്ലോ, തുടക്ക ഭാഗം എന്നല്ല, അതിൻ്റെ അറ്റം
ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടണം. അപ്പം ഞാനത് ഷോർട്സിനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഞാനതൊക്കെ ക്ലീൻ ചെയ്തതെന്ന് ഇവിടെ കാണിച്ചു തരാം. കണ്ടില്ലേ, ആദ്യം അതിൻ്റെ ആ വലിയ 2 കാലുണ്ട് അതിനങ്ങ് ഇളക്കി കളഞ്ഞിട്ട് പിന്നെ നമ്മളിതാ ഈ ഒരു ഭാഗം നോക്കിയിട്ട് അതിന് ഇങ്ങനെ ചരിച്ച് വെച്ച് അതിൻ്റെ കണ്ണ് ഇങ്ങോട്ട് വരുന്ന രീതിയിൽ വെച്ചെടുത്തപ്പോൾ എനിക്ക് ഇളകി വന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അതിനതാ ഇങ്ങനെയാണ് പിടിച്ചിളക്കാനുള്ളത്. പിന്നെ ആ കണ്ണ് മേലോട്ട് വരുന്ന രീതിയിലാക്കിയിട്ട് ഒരു പിടി പിടിച്ചതും ഇതാ അത് നന്നായിട്ട് ഇളകി ഇങ്ങ് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് അതിൻ്റെ തോട് ഇളകി വരും. തോട് ഇളകി വന്നതിന് ശേഷം അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഈ ഓറഞ്ചിൻ്റെ കല്ല് പോലുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്, അതിനെല്ലാം ഇളക്കി കളയണം. പിന്നെ അതിൻ്റെ അതല്ലാണ്ട് ഏറ്റവും മേളിലായിട്ട് ആ കണ്ണിൻ്റെ ഭാഗത്തായിട്ട് 2 കാലുണ്ടായിരുന്നു കേട്ടോ, അതിനെ ഞാൻ ഇളക്കി കളഞ്ഞു. അത് ഇളക്കി കളയുന്നതെന്ന് എനിക്കറിയില്ല, എന്തായാലും അത് കുഞ്ഞൻ കാലായിട്ട് തോന്നിയാൽ ചതയൊന്നും എല്ലാം തോന്നിയോണ്ടായിരുന്നു ഇളക്കി കളഞ്ഞ്. ബാക്കി വരുന്ന സംഭവങ്ങളൊക്കെ ഇടുമല്ലോ, അപ്പോൾ അതിൻ്റെ തുമ്പറ്റും ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതാ പിന്നെ അതിൻ്റെ ആ വാ പോലത്തെ സംഭവം എന്തോ ആണെന്ന് തോന്നുന്നു, അതിനെ ഒന്ന് ഇളക്കണം. അതിനെ നമുക്കെല്ലാം കൈകൊണ്ട് തന്നെ ഇളക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ അടപ്പ് പോലുള്ള സംഭവം ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതും കൂടെ അങ്ങ് ഇളക്കി കഴിഞ്ഞാൽ നമുക്കത് കുറേ വൃത്തിയായി കിട്ടും. പിന്നെ ആ ഓറഞ്ചിൻ്റെ അല്ലി പോലുള്ള സംഭവങ്ങളെല്ലാം ഒന്ന് ഇളക്കി കളയുമ്പോഴേക്ക് നമുക്ക് അകത്തെ വേസ്റ്റുകളൊക്കെ കാണാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഇതിനെ ഇങ്ങനെ എടുത്തങ്ങിടണതേ ഉള്ളൂ. കഴുകാൻ നേരത്ത് ആ വേസ്റ്റൊക്കെ എല്ലാം എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് ഇവനായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അതിൻ്റെ കാലൊക്കെ കണ്ടില്ലേ, അയ്യോ ഭയങ്കര വലിയ കാലായിരുന്നു. അപ്പോൾ ഇതും ഇതുപോലെ ഞാൻ ഇളക്കി എടുക്കണുണ്ട് അതിൻ്റെ 2 കാലും. ആദ്യം ഒന്ന് അമ്പരന്ന് നിന്നെങ്കിൽ പിന്നെ ഞാനല്ല ഭയങ്കര എക്സ്പേർട്ടായി കേട്ടോ. ഇനി എത്ര ഞണ്ട് കിട്ടിയാലും ഞാനതിനെ നല്ല കട്ട് ചെയ്ത് ക്ലീൻ ആക്കി നല്ല വൃത്തിയാക്കി എടുക്കും. അപ്പോൾ എന്താ ഇതുപോലെ നല്ല തുമ്പപ്പൂ പോലെ അതിനെ വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. പിന്നെ ഈ ഞണ്ടിൽ ബാക്കി മീനിനെ പോലുള്ള ബ്ലഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, എന്നാലും നന്നായിട്ടങ്ങ് കഴുകി ഒരു 3-4 വെള്ളം കഴുകി എടുക്കണം. പ്രത്യേകിച്ച് ഇതിൽ മണ്ണ് കാണും, അപ്പോൾ ആ മണ്ണെല്ലാം വൃത്തിയാക്കി അങ്ങ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണല്ല ഞണ്ടൊക്കെ വൃത്തിയാക്കി എടുത്ത്. ഇനി അവിടെ മൊത്തം നാറും കേട്ടോ, ഒരു ശക്കല അതിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ അംശം അവിടെ കിടന്നാൽ മതി, അതിൽ ഉറുമ്പും കയറിയിട്ട് ഭയങ്കര സ്മെല്ലായിരിക്കും. ഈ ഞണ്ടും കൊഞ്ചും കണവയ്ക്കൊക്കെ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അവിടെ വൃത്തിയാക്കി നല്ലതുപോലെ കഴുകിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, വാഷ് ബേസിന് വീണ്ടും ആ ലിക്വിഡൊക്കെ ഒഴിച്ച് കഴുകി അതിന് ശേഷം നമ്മുടെ ഇതുണ്ടല്ലോ വിനാഗിരി, അതൊക്കെ ഞാൻ ഒഴിച്ച് അവിടെ നല്ല വൃത്തിയാക്കി ഭംഗിയാക്കി അവിടെ ഫുള്ള് കഴുകിയിട്ടിട്ടുണ്ടേ. അതിന് ശേഷം ഇനിയിപ്പോൾ ഞണ്ട് വെക്കണത് ഞണ്ട് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞണ്ടിങ്ങനെ പൊരിച്ചിട്ട് നല്ല വരട്ടിയെടുക്കും. ഭയങ്കര 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 ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോഴേക്ക്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് അതങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് വൈകുന്നേരം രാത്രി ഇവിടെ ചോറ് എല്ലാവർക്കും ബുദ്ധിമുട്ടാണല്ലോ, അപ്പോൾ രാത്രി പുട്ട് അവിച്ച് ഗോതമ്പ് പുട്ട് അവിച്ച് ഞണ്ട് റോസ്റ്റും കൂടെ ആയിട്ട് കഴിക്കാമെന്ന്. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക അമ്മ കട്ട് ചെയ്ത് തന്നായിരുന്നു മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട്. ഇവിടെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, അത് ഈസിയല്ലേ. അപ്പോൾ അതിനെ ഒന്ന് മെഴുക്കുവരട്ടിക്കായിട്ട് കുറച്ച് എണ്ണയും ഒഴിച്ച് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് അവിടെ അങ്ങ് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞണ്ടിൽ ഈ മസാലകളൊക്കെ പുരട്ടിയെടുക്കണം. ഞണ്ടിൻ്റെ ഒരു കാര്യമുള്ളത്, ഞണ്ട് അങ്ങനെ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറയുമെന്ന് പറയും, രുചി കുറയുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ രുചി കുറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പം തന്നെ അതിനെ അങ്ങ് റോസ്റ്റാക്കി വെക്കാം. രാത്രി നമുക്ക് എടുക്കുന്നത് രാത്രിയാണെങ്കിലും ഇപ്പം തന്നെ അതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്തങ്ങ് വെക്കാം. അങ്ങനെ അതിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, കുരുമുളക് പൊടി ഇടണം, ഉപ്പിടണം, ഇതെല്ലാ സംഭവങ്ങളും കൂടെയൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ അതിനെ മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് സമയം അതിനെ ഈ മസാലയൊക്കെ പിടിക്കാനായിട്ട് വെച്ചിരിക്കുമ്പോഴേക്ക് കുറച്ച് അതിന് മസാലയൊക്കെ പെരളം.
പിന്നെ അതിൻ്റെ കാലൊക്കെ നല്ല തോടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് അതിനകത്തൊന്നും മസാല പെട്ടെന്ന് ഇറങ്ങിയൊന്നുമില്ല. അപ്പോൾ ഇതാ ഇത്രയും സംഭവങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ ഒരു അരമണിക്കൂർ ഈ സംഭവം അങ്ങ് അടച്ചു വയ്ക്കാം. അങ്ങനെ അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ ക്ലീൻ ആക്കാനുണ്ട്. ഇവിടെ ഇരുന്നല്ലേ നമ്മൾ ഞണ്ട് ആദ്യം കുറേയൊക്കെ വൃത്തിയാക്കിയത്, കുറേയൊക്കെ ക്ലീനാക്കി എടുത്തത്. ബാക്കി പിന്നെ ഞാൻ അകത്ത് കൊണ്ടുപോയി ചെയ്തതേ ഉള്ളൂ. പിന്നെ ഈ ഞണ്ട് കഴുകിയ വെള്ളമൊന്നും അവിടെ അങ്ങ് ഒഴിക്കാനായിട്ട് പറ്റില്ല. നമുക്ക് കുറച്ച് വസ്തുവൊക്കെ ഉണ്ടെങ്കിൽ ദൂരോട്ടങ്ങ് മാറ്റി ഒഴിക്കാം. ഇതിപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഒഴിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അതിനെ സിങ്കിലൊഴിച്ച് കളയുകയാണ് ചെയ്യണത്. പിന്നെ ഞാൻ എന്താ ഈ ഒരു പാത്രവും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഞണ്ട് കട്ട് ചെയ്യാൻ നേരത്തെ. അതൊക്കെ സോപ്പിട്ട് നല്ലതുപോലെ കഴുകി എടുത്തില്ലെങ്കിൽ ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് ആ ഒരു ഭാഗം നന്നായിട്ട് കഴുകിയിടണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് സ്മെല്ലാവും. അപ്പോൾ ഈ 3 മീനുകൾക്കാണ് ഇത്രയും സ്മെല്ലാന്ന് തോന്നുന്നു. ബാക്കി മീനുകൾ നമുക്ക് സഹിക്കാൻ പറ്റുന്ന നാറ്റുമൊക്കെ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, അയ്യോ എൻ്റെ പൊന്നോ, അൺസഹിക്കബിൾ സ്മെല്ലാണ്. അങ്ങനെ ഞാൻ കുറച്ച് ലോഷനൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവിടെ ഒഴിച്ചിട്ട് അവിടെ അങ്ങ് കഴുകിയിടുകയാണ്. ഈ പറയും പോലെ നമുക്ക് വസ്തു കുറവല്ലേ, സ്ഥലം ഇത്ര സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു മീനിൻ്റെ വേസ്റ്റോ കാര്യങ്ങളോ കിടന്ന് സ്മെല്ലായാലും നമ്മൾ വീട് മൊത്തത്തിൽ ഇരുന്ന് നാറും പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് അപ്പം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് കുഴപ്പം. ഇപ്പം നമുക്ക് ഫുഡ് വേസ്റ്റ് എടുക്കാനായിട്ട് ഒരു പയ്യൻ വരണതുകൊണ്ട് മാത്രം നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. അല്ലെങ്കിൽ ഞണ്ടും കൊഞ്ചുമൊക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പിന്നെ ഇവിടെ തന്നെ ഈ ഒരു ഭാഗമൊക്കെ ഇപ്പോഴല്ലേ ഇങ്ങനെ കെട്ടിയത്, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ തറയായിട്ട് കിടക്കുകയില്ലായിരുന്നു. അവിടേക്ക് ചെറിയ കുഴി എടുത്തിട്ട് അതിലങ്ങ് കുഴിച്ച് അവിടെ കുഴിച്ച് മൂടുകയാണ് ചെയ്യേണ്ടത്. എന്നാലും സ്മെല്ലാവുമായിരുന്നു, നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം നമ്മളൊന്നും അറിയുന്നില്ല ഫുഡ് വേസ്റ്റ് കൊടുക്കണത് കൊണ്ട്. അയ്യോ, ഫുഡ് വേസ്റ്റ് ആയിരുന്നാലും പ്ലാസ്റ്റിക് വേസ്റ്റ് ആയിരുന്നാലും നമ്മളിപ്പോൾ ഒന്നും അറിയണില്ലെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം അങ്ങ് കൊടുത്ത് വിടണോണ്ട് വീട് നല്ല ക്ലീൻ ആയിട്ട് കിടപ്പുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ ചൂലാണേ. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ ചൂലിൻ്റെ റീൽസ് ഇട്ട സമയത്ത് എല്ലാവരും ഞങ്ങൾ തുറപ്പയെന്നാണ് പറയണത്. അപ്പോൾ തുറപ്പയോ അതെന്തെന്ന് സാധനം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചൂലിനെയാണ് ഞങ്ങൾ തുറപ്പ എന്ന് പറയണത്. അപ്പോൾ ഈ കൂടുതൽ ആഡംബരവും ആർട്ടിഫിഷ്യലും ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മളെങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രീതിയിലങ്ങ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്കും കൂടെ അറിയണ്ടേ ഞങ്ങൾ ഇതിനൊക്കെ എന്തൊക്കെയാണ് പറയണതെന്ന്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അങ്ങ് പറഞ്ഞത്. പിന്നെ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു തുറപ്പയെന്ന് വെച്ചാൽ എന്തിനാണെന്ന്. ഈ തുറപ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂലാണ്. അങ്ങനെ അതൊക്കെ വൃത്തിയാക്കി ക്ലീനാക്കി ഇട്ടിട്ട് ഇതാ നേരെ വന്ന് നമ്മുടെ വെണ്ടയ്ക്ക് മെഴുക്കുരട്ടിക്കുള്ളത് ഞാൻ അവിടെ വെച്ചിട്ടല്ലേ പോയത്. അത് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലൊന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരല്പം എണ്ണ ഒഴിച്ച് വെള്ളം ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് ഒരുപാടൊക്കെ കുറഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വന്ന് കുറച്ച് ഇപ്പോഴാണ് മഞ്ഞൾപ്പൊടി ഇട്ടത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ചെറിയ ഫ്ലെയിമിലങ്ങ് അടച്ച് വെച്ചിരുന്നാൽ അത് ആവശ്യത്തിന് കുറേശ്ശെ ചൂട് കയറി നല്ല ഭംഗിയായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അവിടെയൊക്കെ കഴുകിയിട്ടിട്ട് വന്നതിന് ശേഷം ഞണ്ടങ്ങ് പൊരിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പാൻ എടുത്ത് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞണ്ടിന് ഞാൻ മൊത്തത്തോടെ എത്ര ഞണ്ടുണ്ടായിരുന്നു അത് മൊത്തത്തോടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് നല്ലതുപോലെ, അത് നമ്മൾ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഞണ്ടൊക്കെ ഫ്രൈ ചെയ്യണം. എന്നാൽ മാത്രമേ അത് നന്നായിട്ടൊക്കെ ഒന്ന് ആയി വരുള്ളൂ. നല്ല ഫ്രൈ ആയി വരുമ്പോഴേക്ക് അതിൻ്റെ ആ തോടൊക്കെ ഉണ്ടല്ലേ, കാലിൽ തോടൊക്കെ ഇല്ലേ, അതൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കിട്ടിക്കോളും. നമുക്ക് ഫുള്ളങ്ങ് ചവച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും ഈ സംഭവത്തിനെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. എന്നാലും സാരമില്ല, ഇതിൻ്റെയൊക്കെ റിസൾട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും കഴിക്കുമ്പോഴേക്കുള്ള ആ ഒരു വിഷമം അങ്ങ് മാറിക്കോളുമല്ലോ. അതുപോലെ തന്നെ വങ്കട മീനില്ലേ, എനിക്ക് സത്യത്തിൽ ഈ വങ്കട കഴിച്ച സങ്കടം മാറുമെന്ന് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് മനസ്സിലായത്. വങ്കട മീൻ നമുക്ക് തൊലി കളഞ്ഞൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതിൻ്റെ തോലെന്നല്ല, വങ്കട മീനിൻ്റെ തൊലി നല്ല കട്ടിയാണ്. അപ്പോൾ അതിനൊന്ന് തൊലി കളഞ്ഞെടുക്കാനായിട്ട് നന്നായിട്ട് ബുദ്ധിമുട്ടും. അപ്പോൾ ആ തൊലി കളഞ്ഞ് കഷ്ടപ്പെട്ട് എടുക്കണ സങ്കടം നമ്മളത് വങ്കട കഴിക്കുമ്പോൾ മാറുമെന്നാണ് അതിൻ്റെ അർത്ഥം. വങ്കട മീൻ അത്ര ടേസ്റ്റാണെന്നാണ് പറയണത്. പക്ഷേ എനിക്കിഷ്ടമില്ലാത്ത മീനാണ്. ഇപ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായത്. അത് കേശുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരാണ് കേട്ടോ എനിക്ക് പറഞ്ഞു തന്നത്. അവർ പറഞ്ഞപ്പോഴാണ് അങ്ങനെയാണല്ലേ അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലായത്. അങ്ങനെതാ
മിൽട്ടൻ്റെ കാസറോൾ ഇതുവരെ എടുത്തിട്ടില്ലായിരുന്നു. നമ്മൾ മിക്സി വാങ്ങിച്ചപ്പോൾ കിട്ടിയ 3 കാസറോളില്ലേ, അതിനെ കെട്ടിപ്പൊതിഞ്ഞ് മേളിൽ തന്നെ വെച്ചിരുന്നു. ഈ പറയും പോലെ ടിപ്പിക്കൽ ഇന്ത്യൻ വുമൺ എന്ന് പറയും. ടിപ്പിക്കൽ ഇന്ത്യൻ വുമണിനെ പോലെ ആരെങ്കിലുമൊക്കെ ഗസ്റ്റുകൾ വരുമ്പോൾ മാത്രം എടുക്കാമെന്ന് പറഞ്ഞ് കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ വിചാരിച്ച് എന്തിനീ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കണത്, ഓരോരുത്തരായിട്ട് നിൽപ്പിന് ഇതാ വീണ് മരിച്ചു പോകണം. നമ്മളെല്ലാം കെട്ടിപ്പൊതിഞ്ഞ് ഒരിടത്ത് വെച്ചിരിക്കണത് എന്തിനാണ്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാം എടുത്ത് ഉപയോഗിക്കാം. പിന്നെ ഇനി ആരെങ്കിലും വരുമ്പോഴൊക്കെ അല്ലേ ഈ പറയും പോലെ നമ്മളെയൊക്കെ വീട്ടിൽ എപ്പോഴും ആൾക്കാർ ആരാണിങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്, അതുമല്ല വരണവരൊക്കെ ആഹാരം കഴിക്കാനാണോ നിൽക്കുന്നത്? അതുകൊണ്ട് മാത്രം നമ്മളിതാ സാധനങ്ങളൊക്കെ എല്ലാം എടുത്തങ്ങ് ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മീനൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് അപ്പോഴേക്ക് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡിയായി. അപ്പോൾ അതൊരു കുഞ്ഞ് കാസറോളുണ്ട്. അപ്പോൾ ആ കുഞ്ഞു കാസറോളിലോട്ട് ഈ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി അങ്ങ് ഇട്ട് വയ്ക്കാം. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് ഈ കാസറോളിൻ്റെ കളറാണ് ഇത്ര ഇഷ്ടപ്പെട്ടത്. നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ ആ ഒരു ഗോൾഡൻ ഷെയ്ഡും കൂടെ വന്നപ്പോഴുണ്ടല്ലോ, അത് നല്ല ഒരു റിച്ച് ലുക്കുണ്ട് കാണാനായിട്ട്, ഭയങ്കര രസമുണ്ട്. അങ്ങനെ കാസറോളിനകത്തേക്ക് അങ്ങനെ നമ്മൾ കാസറോളിൻ്റെ ഉദ്ഘാടനം കൂടെ ആയിരുന്നു. ഇനി കേശു സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പോൾ അവൻ ആദ്യം ഇതെല്ലാം കണ്ടുപിടിക്കും. എന്ത് വീട്ടിൽ ചെറിയൊരു കുഞ്ഞു മാറ്റം വന്നാലും ഒരു ചെറിയ കവർ സ്പെഷ്യലായിട്ട് കിടന്നാലും അവൻ്റെ കണ്ണിൽ അത് പെടും. അവൻ കറക്റ്റ് ചോദിക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് ഇങ്ങനെ അതിശയം തോന്നുമായിരുന്നു, അയ്യോ എന്ത് മാറ്റമുണ്ട്. ചേട്ടനാണെങ്കിൽ ഈ സംഭവങ്ങളൊന്നും ശ്രദ്ധിക്കില്ല, പക്ഷേ കേശു കറക്റ്റ് ചോദിക്കും എന്തെങ്കിലും ഒരു മാറ്റം വരുമ്പോഴേക്കും. ഇനിയിപ്പോൾ അടുക്കളയിൽ വന്നിട്ട് ചോദിക്കും, അമ്മ പുതിയ പാത്രം വാങ്ങിയാന്നൊക്കെ. അങ്ങനെ ഞണ്ടൊക്കെ അവിടെ മാറ്റി വെച്ചിരിക്കുകയല്ലേ. ഇനി ഞണ്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് സവാളയൊക്കെ വേണമല്ലോ. അങ്ങനെ സവാള തോല കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അമ്മ അവിടെ ഇരിപ്പുണ്ടേ. അപ്പോൾ അമ്മയുടെ അടുത്താണ് ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അമ്മേനെ ക്യാമറയുടെ ഫ്രണ്ടിൽ വരുള്ളൂ. അങ്ങനെ സവോള കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വേണം, പച്ചമുളക് വേണം. നമ്മൾ സാധാരണ തന്നെ എല്ലാത്തിൻ്റെയും മസാലയൊക്കെ ഒന്ന് തന്നെ. നമ്മളിപ്പോൾ ചിക്കൻ വെച്ചാലും അല്ലെങ്കിൽ മുട്ടക്കറി വയ്ക്കണമെങ്കിലായിരുന്നാലും എന്ത് റോസ്റ്റ് ചെയ്യണതിനൊക്കെ ആയിരുന്നാലും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ എല്ലാം ഒന്ന് തന്നെയാണ്. അതിൽ പിന്നെ വെക്കുന്ന രീതിയിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരണമെന്നേ ഉള്ളൂ. ഈ സവാളയുടെ വിലയൊന്നും കുറഞ്ഞില്ല കേട്ടോ. ഭയങ്കര എന്തോന്ന് വെറൈറ്റി സവാളയ്ക്കും കൊച്ചുള്ളിക്കും ഒക്കെ. ഇതിന് ഏത് കാലത്ത് കുറയുമെന്ന് അറിഞ്ഞൂടെ. ഇനി കുറയണമെങ്കിൽ എനിക്ക് തോന്നുന്നൊരു ജാനുവരിയൊക്കെ കഴിയണമായിരിക്കും, അപ്പോഴേ സവാളയുടെ റേറ്റൊക്കെ കുറയുള്ളൂ. അങ്ങനെ ഇനി അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്യണം. അപ്പോഴേക്കും ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പിലയിട്ട് വറ്റൽമുളകിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റല്ല ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയല്ലേ, അപ്പം ഞാൻ സവാള കട്ട് ചെയ്തിട്ടേ മീൻ പുരട്ടാനായിട്ട് ഈ മസാലയൊക്കെ ഇട്ട് പുരട്ടിയത് ആ ഒരു ഉരുളിക്കകത്ത് വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു മസാലയൊക്കെ ആ ഉരുളിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിലാണ് ഞാൻ ഈ സവാളയും കൂടെ കട്ട് ചെയ്തിട്ടത്. ഇനി ഇതും കൂടെ ഇട്ടിട്ട് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഓൾറെഡി ആ മീനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ഇതിലിടാൻ പാടുള്ളൂ. അപ്പോൾ ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ചൊന്ന് വഴറ്റി ഒരു അരപ്പരുവായാൽ മതി. സവോള ഒരു അര വേവാകുമ്പോഴേക്ക് നമ്മളിപ്പോൾ നല്ല ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ ഞണ്ടില്ലേ, അതും കൂടെ ഇതിലോട്ട് അങ്ങ് തട്ടിക്കൊടുത്തിട്ട് ഇപ്പോൾ ഒരു അര വേവതായിട്ടുണ്ട്. ഇനി ആ ഞണ്ടും കൂടെ ഇതിലേക്ക് അങ്ങ് തട്ടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഈ സവോളയിൽ ഇപ്പോൾ തന്നെ മസാലകളൊക്കെ ഒന്നും കൂടെ ഇട്ടിട്ട് ഞണ്ടിട്ട് കൊടുക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞണ്ടിട്ട് ഓൾറെഡി അതിൻ്റെ മസാലയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് മസാല ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞണ്ടൊക്കെ തട്ടിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇനി മല്ലിപ്പൊടി വേണം. വറുത്ത മുളക് പൊടിയാണ് നമ്മളിതിന് എല്ലാത്തിനും യൂസ് ചെയ്യണത്. അതുകൊണ്ട് ഞങ്ങൾ വറുത്ത മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്ത് ഇതെല്ലാ സംഭവങ്ങളും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇതൊക്കെ നല്ല സ്പൈസി ആയിട്ടിരിക്കുന്നതാണ് ടേസ്റ്റ്. അങ്ങനെ ഈ വക സംഭവങ്ങളൊക്കെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റിയെടുക്കണം. ഇപ്പം തന്നെ നല്ലൊരു മണം വരണുണ്ടായിരുന്നു കേട്ടോ. ആ ഞണ്ട് ഫ്രൈ ആയതിൻ്റെതും പിന്നെ ഈ മസാലകളും എല്ലാം കൂടെ ആയപ്പോഴേക്കും ഒരു പ്രത്യേക മണമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എല്ലാ സംഭവങ്ങളും മസാലകളൊക്കെ എല്ലാം ചേർത്ത് ഇനി ഇതിനെ നല്ലതുപോലെ ഇളക്കണം. നന്നായിട്ട് ഇളക്കി മസാലകളും സവോളയും ഞണ്ടും എല്ലാം കൂടി ഇപ്പോൾ വെവ്വേറെ കിടക്കുകയല്ലേ, അവരെ രണ്ടുപേരെയും തമ്മിൽ ഒന്ന് യോജിപ്പിച്ച് അവരെ ഇത്രയും ആൾക്കാരെ ഒന്ന് രണ്ടുപേരല്ലല്ലോ ഇത്രയും ആൾക്കാരെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നല്ലതുപോലെ ഇളക്കി കൂട്ടി അതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പും കൂടെയൊക്കെ നോക്കാം കേട്ടോ. ഇതിലിനി ഞാൻ വെള്ളം ഒഴിക്കണതേ ഇല്ല. ഈ സവോള വെന്തിറങ്ങുമ്പോഴേക്കും അതിൽ കുറച്ച് വെള്ളം വരും, അത് മാത്രം മതി. വെള്ളം ഒഴിച്ചു പോയാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ പോകും പോലെ തോന്നും. അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് ഞാൻ അവിടെ നല്ല ലോ ഫ്ലെയിമിൽ അതങ്ങ് അടച്ചു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു 10-15 മിനിറ്റ് ഇരുന്ന് ആ ചെറിയ ഫ്ലെയിമിലിരുന്ന് വെന്ത് ഇറങ്ങുമ്പോഴേക്കും നെയ്യൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്.
അപ്പോൾ ഇനി ചോറ് കഴിക്കണമല്ലോ. അപ്പോൾ എനിക്ക് ചോറ് കഴിക്കുമ്പോൾ മിക്കവാറും ഞാൻ ഈ ഒരു പച്ചമുളക് ഉണ്ടെങ്കിൽ മറ്റേ വറ്റൽമുളകല്ല തൈര് മുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇതുപോലെ 2 പച്ചമുളക് എടുത്ത് അതിനെ ഇങ്ങനെ നടുക്ക് കീറിയിട്ട് ഉപ്പും മുളകും കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിനൊന്ന് വറുത്ത് കോരി എടുക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ വെച്ച് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ആ മുളകും കൂടിയൊക്കെ വറുത്ത് കോരിയിട്ട് ചോറ് കഴിക്കട്ടെ. നല്ല ലോ ഫ്ലെയിമിലാക്കി വെച്ചിരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞില്ല. ഒരു 20 മിനിറ്റ് കഴിഞ്ഞാണ് പിന്നെ ഞാൻ എടുത്തത്. അപ്പോഴേക്ക് അതിരുന്ന് ചെറിയ തീയിലിരുന്ന് വെന്ത് അതിൻ്റെ നെയ്യൊക്കെ ഇറങ്ങി സവോളയൊക്കെ നല്ല വെന്ത് അതിൽ വെള്ളമൊക്കെ ഇറങ്ങി നല്ല സെറ്റായിരിക്കുമായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. സ്വന്തമായിട്ട് വെച്ചിട്ട് സ്വന്തമായിട്ട് തന്നെ നല്ല ടേസ്റ്റാണെന്ന് പറയണമെന്ന് വിചാരിക്കല്ലേ, സിൻസിയർലി പറയണതാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇതുപോലെ നിങ്ങൾ വെച്ചിട്ടില്ല എന്നുള്ളവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ, കിടിലനാണ്. അപ്പോൾ അതങ്ങ് കാസറോളിലാക്കി അടച്ചു വെച്ചിട്ട് ഞങ്ങളിതാ കേശുവിനെ വിളിക്കാൻ പോകാനായിട്ട് ഇറങ്ങുകയാണ്. സമയം ഇപ്പോൾ 2:30 ആവാറായി. അപ്പോഴേക്കും ഒരു മഴ വരണുണ്ട്. ഇത്രയും സമയം മഴയില്ലായിരുന്നു. മോനെ വിളിക്കാൻ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴേക്ക് പെട്ടെന്ന് അങ്ങ് കോൾ ഇരുണ്ട് കയറിയിട്ട് നന്നായിട്ട് മഴ പെയ്യണുണ്ട്. പിന്നെ ഞാൻ ഇന്നലേക്ക് ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു, മുടി കെട്ടിയിരിക്കുന്നത് രീതി കൊള്ളാം, ആ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണെന്നൊന്ന് കാണിക്കൂ നിജീവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ മുടി കെട്ടണ രീതി ഒന്ന് കാണിക്കണത്. അപ്പോൾ മോനെ വിളിക്കാൻ പോകാനായിട്ട് ഇറങ്ങി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് സൈഡിൽ നിന്ന് ഒന്ന് അവരൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കിട്ടും. അപ്പം ഞാൻ എങ്ങനെയാണെന്നത് ഫുള്ളൊന്ന് കാണിച്ചിരുന്നു. ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങളത് കണ്ടു നോക്കണേ. അതുപോലെ കെട്ടിയിട്ട് ഒരു ബണ്ണുണ്ടെങ്കിൽ ബണ്ണിടും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിപ്പ് സ്ലൈഡാണെന്നുണ്ടെങ്കിൽ അതിട്ടാലും മതി. ഞാൻ മിക്കവാറും ബണ്ണാണ് ഇടണത്. എൻ്റെ കയ്യിൽ ക്ലിപ്പ് സ്ലൈഡ് കാണും, ഞാൻ എവിടെയെങ്കിലും കൊണ്ടുവച്ചിരിക്കും. ആ ഒരു ക്ലിപ്പ് സൈഡ് ഇട്ടിട്ട് ഇങ്ങനെ പോണിറ്റെയിൽ പോലെ കെട്ടിയതിന് ശേഷം മുടിയെല്ലാം കൂടെ മുകളിലോട്ട് വെച്ചിട്ട് അതൊന്ന് ക്ലിപ്പ് ചെയ്യും. അവിടെ വെച്ച് ഫുൾ മുടിയും നമ്മൾ എന്താ പറയുക ഫുൾ മുടി ഇങ്ങനെ മുകളിലോട്ട് വെച്ചങ്ങ് ക്ലിപ്പ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇതുപോലെയാവും. എന്നിട്ട് ഇതിനെ ഒന്ന് ഞാനല്ലാതെ സാധാരണ കെട്ടുമ്പോൾ ഇങ്ങനെ ചീകി ഒതുക്കിയൊന്നുമില്ല. പിന്നെ ഈ മുടി ഇപ്പം നിങ്ങളെ കാണിക്കുന്നതുകൊണ്ട് മാത്രം ഒന്ന് ചീകിയൊക്കെ ഒതുക്കിയതിന് ശേഷം ബാക്കി കാണിക്കാം. ഇതുപോലെ ഒന്ന് വൃത്തിയായിട്ട് ചീകി ഒതുക്കണം. നമ്മൾ സാധാരണ ചീകി ഒതുക്കണമെന്നൊന്നും അല്ല കേട്ടോ പറയണത്, കോതി വെക്കണമെന്നാണ് പറയണത്. ഇനി കോതണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനി അതെന്താണെന്ന് ചോദിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ചീകി ഒതുക്കണമെന്ന് പറഞ്ഞത്. എന്നിട്ട് ആ മുടി ഉണ്ടല്ലോ എല്ലാം കൂടെ ഒന്ന് അതിൻ്റെ തുമ്പ് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യും, ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കറക്കും. അപ്പോഴേക്കും നമുക്ക് എല്ലാ മുടിയും തുമ്പിൽ ഒത്തിരി മുടിയിലേ കാണുള്ളൂ തുമ്പറ്റം വരുമ്പോഴേക്കും. എന്നിട്ട് അതിനതാ ഒരു ടിക് ടാക് സ്ലൈഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒരെണ്ണം വെച്ചാൽ മതി, 2 എണ്ണം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്യണോണ്ട് 1 എണ്ണം വെച്ചാലും മതി. എന്നിട്ട് ആ താഴെ അങ്ങനെ ഇങ്ങ് പിൻ ചെയ്ത് വെക്കും. ഇത്രയേ ഉള്ളൂ. നമുക്ക് നല്ല രസമാണ് കേട്ടോ അങ്ങനെ കെട്ടാകുമ്പോഴേക്കും. അപ്പോൾ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇത് ചോദിച്ചവർക്ക് വേണ്ടി മാത്രം കാണിച്ചതാണ്. അതാണ് ഹെയർ സ്റ്റൈല്. അതിനുശേഷം ഇനി എവിടെ പോകാൻ ഇറങ്ങിയാലും ഈ ഒരു സൺസ്ക്രീൻ ഇല്ലാതെ ഞാൻ വെളിയിൽ ഇറങ്ങിയില്ല. രാവിലെ കുളിച്ച് വന്ന ഉടനെ ഈ സൺസ്ക്രീൻ ഇടും. അപ്പം ഞാനിപ്പോൾ സൺബാനിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നതാണ്. ഞങ്ങളുടെ വീടിനടുത്തൊരു ക്ലിനിക്കുണ്ട്, അവിടുത്തെ ഡോക്ടർ പറഞ്ഞതാണ് സൺബാനിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ എപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യണത് നല്ലതാണ്. നമ്മളെ സ്കിന്ന് ഡാമേജ് ആവാതെ നോക്കും. പിന്നെ ഈ സ്കിൻ ക്യാൻസറൊക്കെ ഒരുവിധം കുറയ്ക്കാനെല്ലാം ഈ സൺസ്ക്രീൻ നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ കൂടുതലും നമുക്ക് ഈ ടാൻ അടിച്ചിട്ടാണല്ലോ ഫേസ് ഇങ്ങനെ ഒന്ന് ഡള്ളാവും പോലെ തോന്നുന്നത്. അതുകൊണ്ട് എപ്പോഴും അത് ഈ സൺസ്ക്രീനിൻ്റെ കാര്യം പറയണത് 2 മണിക്കൂർ കൂടുമ്പോഴേക്കും അത് നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം എന്നാണ്. നമ്മളിപ്പോൾ വീട്ടിനകത്തിരിക്കണവരൊക്കെ എപ്പോഴും അങ്ങനെ ഇടുന്നത് വേണ്ട, എവിടെയെങ്കിലും വെളിയിലോട്ട് പോകാൻ നേരത്തെ ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് എനിക്ക് വാസ്ലിൻ മസ്റ്റാണ്. ഞാൻ എൻ്റെ ഇപ്പോൾ ചുണ്ടിൽ ലിപ് ബാമായിട്ട് ഇടുന്നത് വാസ്ലിനാണ്. ഈ സമയത്ത് ഈ മഞ്ഞ് വരുന്ന സമയത്തുണ്ടല്ലോ, ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് കഴിഞ്ഞ വർഷമൊക്കെ നല്ല പണി കിട്ടുമായിരുന്നു. ചുണ്ട് മൊത്തത്തിൽ അങ്ങ് പൊട്ടാനായിട്ട് തുടങ്ങും. ഭയങ്കര വേദനയുമാണ് ചുണ്ട് പൊട്ടിയിട്ട്.
അപ്പോഴും എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാനന്ന് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു ചുണ്ടിൽ തേക്കുന്നത്. ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് ഈ വാസലിൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ചുണ്ടിന് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. ഈ ഇത്രയും തണുപ്പൊക്കെ വന്നിട്ടും ചുണ്ട് ചുണ്ട് മാത്രമല്ല, ഈ കൈക്കൊക്കെ ഉണ്ടല്ലോ, 2 കൈക്കൊക്കെ ഇങ്ങനെ മുരിഞ്ഞിളവുമായിരുന്നു. എൻ്റെ അച്ഛനും അങ്ങനെയാണ്, കൈക്കൊക്കെ മുരിഞ്ഞിളങ്ങണ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പം എന്തായാലും അതങ്ങനെ ഇല്ല. എന്നിട്ടാണ് ഒന്ന് ലിപ്സ്റ്റിക്കും കൂടെ ഇടും ചെറുതായിട്ട്. ഇത്രയാണ് എൻ്റെ മേക്കപ്പ്. അപ്പോൾ ഇനി കേശുവിനത വിളിക്കാൻ പോകാനായിട്ട് ഇറങ്ങി. ഇപ്പോൾ ഈ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പോണെന്തെന്നറിയാമോ, അത് വേറെ ഒന്നുമല്ല, ചിലപ്പോൾ പോണ വഴിക്കൊക്കെ വീഡിയോ എടുക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒന്ന് നമ്മൾ കുറച്ചൊന്ന് ഇതുപോലെയൊക്കെ ഇരിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു കോൺഫിഡൻസ് തോന്നും. നമുക്ക് സ്വന്തമായിട്ട് അത് വേണമല്ലോ, നമ്മൾ കുഴപ്പമില്ല ഓക്കെയാണ്, ആ ഒരു കോൺഫിഡൻസ് വരാൻ വേണ്ടിയാണ് ഇത്രയൊക്കെ ചെയ്യണത്. അതിനുശേഷം നന്നായിട്ട് മഴ പെയ്തു കേട്ടോ. നല്ല വെയിലായിട്ട് കിടന്നിടമാണ്. പെട്ടെന്നായിരുന്നു ആ ഒരു മഴ വന്നത്. അങ്ങനെ മഴ ആയതുകൊണ്ട് കാറിലേ പോകാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്കൂട്ടറിൽ പോയാൽ മതി. കാറിൽ പോകുന്നത് ഒരു ചടങ്ങാണ്. പിന്നെ ഗേറ്റെല്ലാം തുറന്ന് കാറ് കൊണ്ട് അവിടെ കൊണ്ട് പോയാലും ബുദ്ധിമുട്ടാണ് സ്കൂളിലെ. അങ്ങനെ നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും ഒരു അല്പം ലേറ്റായി. അങ്ങനെ ചെന്ന് കേശുവിനെ പൊക്കിക്കൊണ്ട് ഇനി നേരെ വീട്ടിലോട്ട്. പിന്നെ സ്കൂൾ വിട്ട് വന്ന ഉടനെ ഭയങ്കര വിശപ്പാണല്ലോ, അപ്പോൾ എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പോൾ കേശുവിന് ഏറ്റവും ഇഷ്ടമാണ്, പിന്നെ ഏറ്റവും നല്ല ഹെൽത്തി ഫുഡുമാണ് നമ്മൾ ഏത്തപ്പഴം ഉണ്ടല്ലോ, ഏത്തപ്പഴം ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഞാൻ ആദ്യം വാഴക്കപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കേശു പറഞ്ഞു വേണ്ടമ്മ എനിക്ക് ഇങ്ങനെ തന്നാൽ മതി എന്ന്. മോന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ ഏത്തപ്പഴം വാങ്ങിച്ചാലും മോന് സ്കൂളിലോട്ട് വരുമ്പോഴേക്ക് ഇതുപോലെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ ചെറുതായിട്ട് ഏത്തപ്പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ല ടേസ്റ്റാണല്ലോ കഴിക്കാനായിട്ട്. പിന്നെ മോൻ ഇഷ്ടം കൂടെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് പഞ്ചസാര ഇടാതെയും ഇതുപോലെ നെയ്യിൽ വറുത്തി കഴിക്കാം. പക്ഷേ എനിക്കും കേശുവിനായിരുന്നാലും പഞ്ചസാര ഇട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് പഴം കട്ട് ചെയ്ത് ഒന്നിനു മീതെ ഒന്നാവാതെ നമ്മളിങ്ങനെ നിരത്തി വെച്ചാൽ പെട്ടെന്ന് നമുക്ക് നിമിഷ നേരം കൊണ്ട് അതിങ്ങനെ ഫ്രൈ ആകും കേട്ടോ. ഒരുപാട് ഇതായി പോയാൽ കരിഞ്ഞു. അപ്പോൾ അത്രയും എടുക്കാണ്ട് നമ്മൾ കൂടെ നിന്നൊന്ന് ഇളക്കി എടുത്താൽ, എന്നിട്ട് ഞാൻ മേലും കൂടെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് പഞ്ചസാര അതിൻ്റെ മേളിൽ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കും, തൂക്കി കൊടുക്കും. പിന്നെ നമ്മൾ ഇളക്കി എടുക്കുമ്പോഴേക്കും ആ പഞ്ചസാരയും കൂടെ മെൽറ്റായിട്ട് അതിൽ ഫുൾ ആ മധുരമൊക്കെ പിടിച്ചോളും. അപ്പോൾ നല്ല ഫുഡാണ്, പിള്ളേർക്ക് കൊടുക്കാനായിട്ട് നല്ലതാണ്, ഈ നെയ്യും കൂടെയൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഏത്തപ്പഴവും അല്ലേ, അപ്പോൾ ഇത് നാടൻ പഴമാണ് കിട്ടിയത്. അങ്ങനെ അതിനൊന്ന് ഇളക്കി ഇനി അത് കേശുവിന് കൊടുക്കണം. പിന്നെ നമുക്കും, ഞാനും അമ്മയുണ്ട്, ചേട്ടൻ നമ്മളെ കൊണ്ടാക്കിയിട്ട് കടയിലോട്ട് പോയി. അപ്പോൾ ഇനി നമുക്കും ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഞാനിത് ഉണ്ടാക്കിയാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഉണ്ടാക്കാനായിട്ട് പാടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം കേശുവിനായിട്ട് ഒരു പഴം കട്ട് ചെയ്ത് ആദ്യം കേശുവിനുണ്ടാക്കി. അത് കഴിഞ്ഞ് വീണ്ടും ഒരു പഴം കട്ട് ചെയ്ത് അമ്മയ്ക്കായിട്ട് ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ മോനുള്ളത് കൊണ്ട് കൊടുത്ത് ഇനിതാ ചായയും കൂടെ ഇട്ട് ചായയും കൂടെ കുടിക്കണം. പിന്നെ നേരത്തെ ആ ഞണ്ടൊക്കെ കട്ട് ചെയ്തെടുത്തില്ലേ, ഞണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ ദേഹം ഫുള്ള് ആ മീനിൻ്റെ വെള്ളം തെറിച്ചിട്ട് നാറ്റമായിരുന്നു കേട്ടോ മീനിൻ്റെ ഇത്. അങ്ങനെ പിന്നെ മോനെ വിളിക്കാൻ നേരത്തെ വീണ്ടും മേലൊക്കെ കഴുകിയിട്ടാണ് മോനെ വിളിക്കാൻ പോയത്. അപ്പോൾ വീണ്ടും ഡ്രസ്സ് മാറി. അതിൽ ആ ഡ്രസ്സിൽ ഇടാൻ പറ്റില്ല, മൊത്തം മീനിൻ്റെ ആ വേസ്റ്റൊക്കെ തെറിച്ചായിരുന്നു. ഇനി അരിയും ഉഴുന്ന് വെള്ളത്തിട്ടിരിക്കുകയായിരുന്നു നാളെ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ അതിനെ ഒന്ന് അരച്ച് വെക്കണം. അപ്പോൾ അതിനെ ഇനി ഒന്ന് നമ്മൾ അരച്ച് വെക്കണം എന്നല്ല പറയണത്, ആട്ടി വെക്കണമെന്നാണ്. അപ്പോൾ മിക്സിയുടെ സ്ഥാനം മാറ്റി പറഞ്ഞില്ല. അപ്പുറത്തേക്ക് മിക്സിയിൽ ഞാനെടുത്ത് ഇപ്പുറത്താക്കി. എനിക്ക് കൂടെ ഇങ്ങനെ എല്ലാം ഒന്ന് ചേഞ്ച് ചെയ്യണം കേട്ടോ. കൂടെ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ചേട്ടൻ പറയും ഓ അവൾക്ക് വട്ടളവിയെന്ന് പറയും. കൂടെ ഇരിക്കുക, അവിടെ ഇരിക്കണേനെടുത്ത് ഇവിടെ മാറ്റണം, ഇവിടെ ഇരിക്കണേടുത്ത് അവിടെ മാറ്റണം. നമുക്കെപ്പോഴും നമ്മളിങ്ങനെ നമ്മുടെ ലൈഫ് ഇങ്ങനെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കേണ്ടേ. എന്നും എല്ലാം ഒരേപോലെയാണെന്നുണ്ടെങ്കിൽ അതിലൊരു രസമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയും തിരിച്ചൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പുതുമ തോന്നും. അല്ലെങ്കിൽ എപ്പോഴും കിച്ചണിൽ കയറുമ്പോഴും ബെഡ്റൂമിൽ കയറുമ്പോഴും എല്ലാം ഒരേ രീതിയല്ലേ. അപ്പോൾ കുറച്ചൊന്ന് ഇങ്ങനെ മാറ്റം വരുത്തുമ്പോൾ നമ്മളിതുപോലെ ചെയ്യുമ്പോൾ കുറച്ച് പ്രൊഡക്റ്റീവ് ആവും. നമുക്ക് കാണാനും കുറച്ചും കൂടെ ഒരു രസം തോന്നും കേട്ടോ എല്ലാ കാര്യങ്ങളിലും. അങ്ങനെ ഇനി അരിയും ഉഴുന്നും ആട്ടി വയ്ക്കുകയാണ്. അരി ഉഴുന്ന് ആട്ടി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉഴുന്നും ഉലുവയും കൂടെ കഴുകിയിട്ട് വെള്ളത്തിട്ട് വെച്ചിരിക്കും. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് ആ വെള്ളം, പിന്നെ ഉഴുന്ന് വെള്ളം അത് കഴുകി കളയൂല, ആ വെള്ളത്തിൽ തന്നെ അരി ഉഴുന്നും കൂടെ ആട്ടിയെടുക്കും. പിന്നെ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന തലേ ദിവസത്തെ ചോറ് കാണും, ആ ചോറും കൂടെ ഇട്ടിട്ടാണ്
അതിനെ ആട്ടിയെടുക്കണം. അത് ആട്ടിയെടുത്തതിന് ശേഷം കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് അടച്ച് വെച്ചിരിക്കും. പിന്നെ ഇതാ ഈ മുട്ടായി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉപ്പും മുളകും എന്നാണ് ഇതിൻ്റെ പേര്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ അസൽ ഉപ്പും മുളകും നമ്മൾ കൂട്ടി കഴിച്ചാൽ എങ്ങനെയിരിക്കും. എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള ടേസ്റ്റുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ കടയിൽ ചെല്ലുമ്പോൾ നമ്മളെ തൊട്ടടുത്ത കടയിലുണ്ട്. അവിടെ എപ്പോഴും ചെല്ലുമ്പോഴേക്കും മുട്ടായി ഇരിക്കുന്ന കണ്ടാൽ ഒരെണ്ണത്തിന് 1 രൂപയാണ്. ബാലൻസ് 5 രൂപയ്ക്ക് വരുമ്പോഴേക്കും ഞാൻ വാങ്ങിച്ചുകൊണ്ട് ഫ്രിഡ്ജിൻ്റെ മുകളിലിട്ടിരിക്കും. അങ്ങനെ നിൽക്കുമ്പോഴേക്കും അതിന് ഓരോന്നെടുത്ത് കഴിക്കും. നല്ല രുചിയാണ്. കേശവനും എടുക്കില്ല കേട്ടോ ഈ മുട്ടായിയൊന്നും. അങ്ങനെ അരി ഉഴുന്നൊക്കെ ആട്ടി വെച്ചിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നല്ലോ, അതെല്ലാം കഴുകി വെച്ച് പിന്നെ തലേ ദിവസത്തെ കുറച്ച് ബാലൻസ് എന്തെങ്കിലുമൊക്കെ ഫ്രിഡ്ജിനകത്ത് കാണുമല്ലോ, ചുമ്മാ എടുത്ത് ബാലൻസ് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക. എന്നിട്ട് പിറ്റേന്ന് എടുക്കത്തുമില്ല. അങ്ങനെ അതൊക്കെ മാറ്റി ഫ്രിഡ്ജൊക്കെ ഒന്ന് ഒതുക്കി. പിന്നെ ഇന്നിന് വേസ്റ്റ് കളയേണ്ട ദിവസമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വേസ്റ്റ് കൊണ്ട് അവിടെ ഇടയും വേണ്ടേ, അതെല്ലാം ഒന്ന് കഴുകി പറക്കി വെച്ചിട്ട് ഇനി രാത്രിയത്തേക്ക് പുട്ടവിക്കണം. നമ്മൾ നമ്മുടെ ഞണ്ട് റോസ്റ്റൊക്കെ വെച്ചിരിക്കുകയല്ലേ, അത് ഞാൻ വിചാരിച്ച് ചപ്പാത്തി ഉണ്ടാക്കാമായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് ജോലി കൂടുതലായതുകൊണ്ട് അയ്യോ എനിക്ക് വയ്യ, അതുകൊണ്ട് ചപ്പാത്തി വേണ്ട പുട്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ സത്യത്തിൽ കഴിച്ചപ്പോഴത്തേക്ക് ചപ്പാത്തിയേക്കാളും നല്ലത് പുട്ടാണെന്ന് തോന്നി ഈ ഞണ്ട് റോസ്റ്റിനോടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പുട്ടിരുന്നത് ഇതുപോലെ വെള്ളത്തിലൊന്ന് കിണ്ടിയെടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഈസിയാണ് പുട്ട് നനച്ചെടുക്കാനായിട്ട്. അങ്ങനെ കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിൽ ഉപ്പും കൂടെ ഇട്ടിട്ട് ഗോതമ്പ് മാവ് അതിലേക്ക് തട്ടി ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ പിന്നെ നമ്മൾ എത്ര പുട്ടിനുള്ള ഗോതമ്പ് പുട്ടിൻ്റെ മാവ് നനയ്ക്കാൻ അറിഞ്ഞൂടാത്തവർക്കാണെങ്കിലും ഈസി ആയിട്ട് നനയ്ക്കാൻ പറ്റുന്ന രീതിയിൽ അതിന് കിട്ടിക്കോളും. അങ്ങനെ നനച്ചെടുത്ത് ഇനി പുട്ടവിക്കണം. ചേട്ടൻ എത്തിയിട്ടില്ല. അപ്പോൾ ഞാനും അമ്മയും കൂടെ കഴിക്കാൻ പോവുകയാണ്. പുട്ടൊക്കെ വെച്ചിട്ട് ചേട്ടൻ വരുമ്പോഴത്തേക്ക് 9-10 മണിയാവും. കേശുവിന് പുട്ട് വേണ്ടെന്ന് പറഞ്ഞു. മോന് ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ആളിങ്ങനെ അടിച്ച് പറിച്ചൊക്കെ അതങ്ങ് കഴിച്ചോളൂ. അങ്ങനെ കുറച്ച് ഞണ്ടെടുത്ത് മോനൊരു പാത്രത്തിലാക്കി കൊടുത്ത്. പക്ഷേ ഇന്ന് എന്തോ ആൾക്ക് അത്ര ഒത്തിരി കഴിച്ചോളൂ. ഒരു പീസ് എന്തോ കഴിച്ചിട്ട് വേണ്ടമ്മയെന്ന് പറഞ്ഞ് മോന് നല്ല ജലദോഷമാണ്. അപ്പോൾ അതിൻ്റെ വയ്യായ്ക അവനുണ്ട്. ഭയങ്കര ജലദോഷം എന്ന് പറഞ്ഞാൽ നല്ല കട്ട ജലദോഷമായി. അല്ലെങ്കിൽ ഇങ്ങനെ മൂക്കിൽ നിന്ന് പോകില്ലായിരുന്നു. ഇങ്ങനെ എത്ര ജലദോഷം വന്നാലും മോന് മൂക്കിൽ നിന്ന് പോകില്ല. എനിക്കും അങ്ങനെ തന്നെ. ഇപ്പോൾ എന്തായാലും ആൾക്ക് നന്നായിട്ട് മൂക്കിൽ നിന്ന് പോകണുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ പുട്ട് അവിച്ച് ഞണ്ട് റോസ്റ്റും കൂടെ ആയിട്ട് കഴിക്കട്ടെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ ദിവസം ഫുള്ളിതായി ഞണ്ട് കൊണ്ടുപോയി എൻ്റെ. അപ്പോൾ ഇനി പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളീ കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ ഒത്തിരി വിശേഷങ്ങളായിട്ട് നമുക്ക് ഇനിയും കാണാം.